ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മക്കളെ ആൻസർ ചെയ്യേണ്ടത്? അതായത് 3.7 ദ ഹോൾ സ്ക്വയർ, അതിന് നമ്മൾ എന്ത് ചെയ്തു 3 + 0.7 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാലോ. അതായത് ഇപ്പോൾ നമ്മൾ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോൾ പാർട്ടാണ്. ആ ഹോൾ പാർട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ദശാംശ സംഖ്യ അതായത് ഡെസിമൽ നമ്പർ ആയിട്ടുള്ളതും ചേർത്തു. 3 + 0.7 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് 0 വരുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ 0.7 എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, ഒരു ഹോൾ നമ്പർ വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഈ പോയിൻ്റ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇവിടെ ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ള സംശയമായിരിക്കും. നമുക്കതൊരു കൺഫ്യൂഷനുള്ള വകയാണ് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 0.7 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിക്കും, ആ ഒരു പോയിൻ്റ് അവിടെ ഉള്ളതായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ ഫോർമുല മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്? 3² പ്ലസ് ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പിന്നെ രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, 0.7² പ്ലസ് ഇനി നമ്മൾ ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുകയാണ് അല്ലേ. 3 × 0.7 × 2 അല്ലേ. 3 × ഇതിനെ നമ്മൾ ബ്രാക്കറ്റിലിടാണ് കേട്ടോ, കാരണം അത് മാത്രമാണ് ഇവിടെ എല്ലാം കൂടെ ഇൻറ്റു ചെയ്യാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ 7 + 3 എന്ന് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 3 × 0.7 × 2 എന്ന് ചെയ്തു. ഇങ്ങനെ ചെയ്തതിന് ശേഷം 3ൻ്റെ സ്ക്വയർ എത്രയാണ് നമ്മൾക്കറിയാലോ, 9 ആണെന്ന് അറിയാം. പ്ലസ് ഇനി 0.7 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ 0.7 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മൾ ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ദശാംശ സംഖ്യകളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ദശാംശത്തെ മൈൻഡ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ നമ്മൾ 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 49 ആണല്ലോ, 49 ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ 0.7 ആണ് ഇവിടെ ഉള്ളത് അല്ലേ. 0.7 × 0.7 എന്നാണ് നമ്പർ വരുന്നത്. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ട് സ്ഥാനങ്ങളിൽ എന്തുണ്ട് ദശാംശത്തിന് ശേഷം രണ്ട് സംഖ്യകൾ വരുന്നുണ്ട്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആൻസറിൽ രണ്ട് സംഖ്യകൾ മാറിയിട്ട് വേണം നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ. സോ 0.49 വരും. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കും അല്ലേ, 0.49. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 0.49 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി എന്താ വരുന്നത്, 3 × 0.7 ആണ് വരുന്നത് അല്ലേ. 3 × 0.7. 3 × 0.7 എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എന്ത്, ആദ്യം നമ്മൾ ദശാംശത്തെ മാറ്റിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. 7 × 3. 7 × 3 എത്രയാണ്, 21 ആണല്ലോ. 7 × 3 21 ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ 0.7 ആണ് അല്ലേ. ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരേ ഒരു നമ്പർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു നമ്പർ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെയാണ് പോയിൻ്റ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ 2.1 എന്ന് എഴുതും. അപ്പോൾ 2.1 × ഇങ്ങനെ എഴുതാം കേട്ടോ. ഇവിടെ 2.1 × 2 വരും അല്ലേ. ഇവിടെ 2.1 × 2. ഇത് നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്ത് പോവാം കേട്ടോ, ഇനി കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2.1 × 2 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും, 2.1 എന്ന് പറയുമ്പോൾ 21 എഴുതും അല്ലേ നമ്മൾ. 21 × 2. 21 × 2 എത്രയാണ് 42 അല്ലേ, 42 വരും. ഇനി ഇവിടെ ഒരു സ്ഥാനമാണുള്ളത്, പോയിൻറ്റിന് ശേഷം ഈ ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയും ഇതേപോലെ ഒരേ ഒരു സ്ഥാനം മാത്രം മാറ്റിയിട്ട് ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ 4.2 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 2.1 × 2 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്, ഇവിടെ എഴുതേണ്ടത് 4.2 പ്ലസ് 4.2. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നമ്പർ 9 ആണല്ലോ. 9ന് നമ്മൾക്കറിയാം അവിടെ ഹോൾ പാർട്ട് മാത്രമേ ഉള്ളൂ, ദശാംശ സംഖ്യകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിവിടെ ദശാംശ സംഖ്യകൾ 0 ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. പ്ലസ് ഇനി പോയിൻറ്റുകളെല്ലാം ഒരേ ഭാഗത്ത് വരണം, ഒരേ സൈഡിൽ തന്നെ ഒരേപോലെ വരണം കേട്ടോ, ഒരേ ദിശയിൽ തന്നെ വരണം പോയിൻറ്റുകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ നമ്പർ, ഫസ്റ്റ് നമ്പർ 9.00 എന്ന് എഴുതി. രണ്ടാമത്തെ നമ്പർ വരുന്നത് 0.49 ആണ്. ഇനി മൂന്നാമത്തെ നമ്പർ 4.2 ആണ്. ഇവിടെയൊക്കെ പോയിൻ്റ് ഇതേപോലെ വരണം കേട്ടോ, 4.2. അതായത് ഹോൾ നമ്പേഴ്സ് എല്ലാം ഒരു ഭാഗത്തും ഡെസിമൽ നമ്പേഴ്സ് എല്ലാം ദശാംശ സംഖ്യകളെല്ലാം ഒരേ ഭാഗത്തും വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുകയാണ്, ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 9 ഇനിയോ 4 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 അല്ലേ. 6.5
9 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 13 അല്ലേ? 13. അപ്പോൾ 13.69 ഇതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. 13.69. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പറിന് നേരത്തൊക്കെ നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ ചെയ്തു വെക്കണം. ആദ്യം 3.7 ദ ഹോൾ സ്ക്വയർ എന്ന് 3 പ്ലസ് 0.7 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. എന്നിട്ട് ആദ്യം 3യുടെ സ്ക്വയർ കാണും, പിന്നെ 0.7ൻ്റെ സ്ക്വയർ കാണും, പ്ലസ് ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് 2 കൊണ്ട് ഗുണിക്കുക, അതല്ലെങ്കിൽ 3 നമ്പറും കൂടെ ഒരുമിച്ച് ഗുണിക്കുക പറയാം. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നിൻ്റെയും സ്ക്വയർ കാണും. ഇനി സ്ക്വയർ കാണുന്ന സമയത്ത് നമ്മൾ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ.